Hi dear friends, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി കേക്ക് ആണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെ സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ട്രോബെറി കേക്ക് ആണിത്. അപ്പോൾ സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ സ്പഞ്ച് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൊടിച്ച ഷുഗർ 1 കപ്പ്, 1 കപ്പ് മൈദ. ഞാൻ ഈ മെഷർമെൻറ്റ് കപ്പിനാണ് ഇത് അളന്നെടുത്തിട്ടുള്ളത്. രണ്ടും ഓരോ കപ്പ് ഇതിനാണ് അളന്നെടുത്തത്. പിന്നെ 4 മുട്ട. ഇത് സ്ട്രോബെറി മിക്സാണ്. സ്ട്രോബെറി എസൻസും ചേർക്കാം നമുക്ക്. പിന്നെ പിങ്ക് കളറ്. സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു അരിപ്പ് വെച്ചിട്ട് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പോഴേ നന്നായിട്ടൊന്ന് മിക്സ് ആവുകയുള്ളൂ. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഈ മുട്ടയിലേക്ക് നമുക്ക് സ്ട്രോബെറി എസൻസോ അല്ലെങ്കിൽ സ്ട്രോബെറി മിക്സോ ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ സ്ട്രോബെറി മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലൊരു കളറാണ്. അപ്പോൾ അതൊരു ടീസ്പൂണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് പിങ്ക് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 തുള്ളി കളറ് ഉറ്റിച്ചു കൊടുത്താൽ മതി. ഇത് ജെൽ കളറാണ്. അപ്പോൾ 2-3 തുള്ളി മതി. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഷുഗർ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇത് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ടൈം ഒന്നും ബീറ്റ് ചെയ്യണ്ട. ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്തിട്ട് ഗ്രീസ് ചെയ്താൽ മതി. അതിനുശേഷം ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇത് അതുപോലെ സ്പാച്ചില കൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. പതുക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് വെള്ളത്തിൽ ഞാൻ ഒരു ബൗൾ ഇറക്കി വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ബൗളാണ്. ഇനി ഈ കപ്പിന് 1 കപ്പ് ക്രീം എടുത്തിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ക്രീമിൽ മധുരമുണ്ട്. ഇനി വേണമെന്നുള്ളവർക്ക് കുറച്ച് ഷുഗർ പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ്. ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ക്രീം നല്ല തിക്കായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും.
ക്രീം നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല തിക്കായി വന്നാലേ നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. ഇത് ചെരിച്ച് കൊടുത്താലൊന്നും ചാടില്ല. അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട്. ഇത് തണുത്തതിന് ശേഷമേ നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഞാനിതിപ്പോൾ നല്ല തണുത്ത വന്ന കേക്കാണ്. ഇനി 3 ലെയറായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതുപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. കുറച്ച് ക്രീം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ക്രീം ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അടുത്ത ലെയർ വെച്ചതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ക്രീം കൊണ്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമേ അടുത്ത കോട്ടിങ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത കേക്കാണ്. ഇനി ഇത് നമുക്ക് രണ്ടാമത്തെ കോട്ടിങ് കൂടി ചെയ്തെടുക്കാം. നല്ല പോലെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴേക്കും നമുക്ക് മുകളിൽ ഒഴിക്കാനുള്ള ഗ്ലേസ് ജെല്ല് റെഡിയാക്കാം. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലേസ് ജെല്ലാണ്. നമുക്കിതിൽ നിന്ന് കുറച്ച് ഒരു ബൗളിലേക്ക് എടുക്കാം. ഞാനൊരു 1/2 കപ്പ് ഗ്ലേസ് ജെല്ല് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്ട്രോബെറി മിക്സ് കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 തുള്ളി കളർ കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളർ ചേർക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നമുക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അതല്ല കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഗ്ലേസ് ജെല്ലി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം.
ഞാനിതുപോലെ ചെറുതായിട്ടൊരു ബോർഡറും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്ട്രോബെറി ജെൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉൾഭാഗം ഇതുപോലെയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട്. വൈറ്റും റെഡും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.